ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് അനുമതി നൽകുന്നതോടെ ചട്ടങ്ങൾ പ്രാബല്യത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ LDF പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയ ഭൂനിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് പൂർത്തിയായത്. ഏറെ കടമ്പകൾ കടന്നാണ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ പൂർണ്ണമായത്. നിയമ ഭേദഗതിക്ക് നിയമസഭയിൽ പ്രതിപക്ഷം കൈപൊക്കിയെങ്കിലും പിന്നീട് പ്രതിഷേധമുയർത്തുകയും പുറത്ത് ബില്ല് കത്തിക്കുകയടക്കം ചെയ്തു. കർഷക സംഘടനകൾ ബില്ലിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ഇതിനെല്ലാം പുറമെ ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ തടഞ്ഞുവെച്ചു. 2023 സെപ്റ്റംബർ 14-നാണ് ബില്ല് നിയമസഭയിൽ പാസാക്കിയത്. തുടർന്ന് 2024 ഏപ്രിൽ 27-ന് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടു. ഏറ്റവും ഒടുവിൽ ബില്ലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നും LDF പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. രണ്ട് തരത്തിലുള്ള ചട്ടങ്ങളാണ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വകമാറ്റിയുള്ള നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്നതിനും മുമ്പോട്ടുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതിനും. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലായിരുന്നുവെന്നും മുഖ്യമന്ത്രി. രണ്ട് ചട്ടങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത് പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ. രണ്ടാമതായി കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നുള്ള ചട്ടങ്ങൾ. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. സബ്ജക്ട് കമ്മിറ്റി പാസാക്കി ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ മലയോര മേഖലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. വിവിധ വിഭാഗം വരുന്ന ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ഇതോടെ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.